ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് ചെറുപഴം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബനാന ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 15 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്നാക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ചിരകിയ തേങ്ങ എടുത്താലും മതി. പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. പക്ഷെ മധുരം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ പഞ്ചസാരയുടെ അളവ് പറയുന്നില്ല കേട്ടോ. പിന്നെ വേണ്ടുന്നത് 1/4 കപ്പ് ഗോതമ്പ് പൊടി, അല്ലെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി, 1/4 കപ്പ് മൈദ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പകുതി അല്ലാതെ ഗോതമ്പ് പൊടി തന്നെയോ അല്ലെന്നുണ്ടെങ്കിൽ മൈദ തന്നെയോ ആയിട്ടോ ഉപയോഗിക്കാം. ഇത് 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഇത് 2 നുള്ള് ഉപ്പാണ്, ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറുപഴം. അപ്പം ഞാനിവിടെ 3 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. റോബസ്റ്റ പഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പഴം എടുത്താൽ മതിയാവും. ഇതിനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇപ്പം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ അരയ്ക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമ്മളിതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഈ പഴം അരച്ചത് ആദ്യം ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് പട്ട പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ബേക്കിംഗ് സോഡയും കൂടെയാണ്. പിന്നെ കുറച്ച് പഞ്ചസാര, അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മാവെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അവസാനം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അത്രയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയും യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇതേ ഓർഡറിൽ തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പം മധുരമൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇതിന് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. കുറച്ച് കൊഴുവുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് റോൾ ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബോണ്ടയൊക്കെ ചെയ്യുന്നത് പോലെ. വലിയ ഷേപ്പൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കൈ നനച്ചു കൊടുക്കുമ്പം ഒരുപാട് വെള്ളത്തിലങ്ങ് നനയ്ക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇത്തിരിയെങ്കിലും എണ്ണയിലേക്ക് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പം വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. എന്നിട്ട് ഇത് കണ്ട കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ടുള്ള പരുവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കൈ നനച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഒരുപാട് അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്, ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. അതാണ് നമുക്ക് വേണ്ടുന്ന ആ കൺസിസ്റ്റൻസി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമാണ്. അപ്പോൾ എണ്ണ ചൂടാവുന്നിടം വരെ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ തീ കുറച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് മൂത്ത് പോയിട്ട് അകം വേകാതെ വരും.
നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ ഒരു വലുതായിട്ട് വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബനാന ബോൾസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂട്ടുകൂടി ബനാന ബോൾസ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അകമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് ഞാൻ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു ബനാന ബോൾസിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നൊരു റെസിപ്പി കൂടിയാണത്. അപ്പം അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഈ റെസിപ്പീസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.